2 മാസങ്ങൾക്ക് മുമ്പ് SNDP യോഗം വൈക്കം യൂണിയൻ ഒരു തീരുമാനമെടുത്തു. വൈക്കത്തെ ദളവാക്കുളം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഒരു രക്തസാക്ഷി സ്മാരക മണ്ഡപം പണിയണം. കാരണം വൈക്കം ദളവാക്കുളം എന്ന് പറയുന്നത് ഏതാണ്ട് 200-ലധികം ഈഴവരായ യുവാക്കളെ, ജാതിപരമായ പരാമർശമല്ല, ചരിത്രം പറയുമ്പോൾ ചില വാക്കുകൾ ഉപയോഗിക്കുന്നതാണ്, ഒരു ജാതി പരാമർശമായി നിങ്ങൾ കരുതരുത്. എൻ്റെ ഉദ്ദേശശുദ്ധിയെ കരുതി മാപ്പ് നൽകണം. ഏതാണ്ട് 200-ലധികം ഈഴവ യുവാക്കളെ വെട്ടി അരിഞ്ഞു കൊന്നു കുഴിച്ചു മൂടിയ, യുവാക്കളുടെ രക്തം വീണ് ചുമന്നു മറിഞ്ഞ, ശവശരീരങ്ങൾ കൊണ്ട് നികത്തപ്പെട്ട ഒരു കുളം. ആ കുളം നികത്തി അവിടെ ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നു, വൈക്കം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. എന്നിട്ട് അതിന് ഭരണാധികാരികൾ ഒരു പേര് നൽകുന്നു, ദളവാക്കുളം ബസ് സ്റ്റാൻഡ്. നമ്മൾ ലോക്കൽ ഭാഷയെ പറഞ്ഞാൽ കൊന്നവൻ്റെ പേരിലുള്ള ലോകത്തെ ആദ്യത്തെ സ്മാരകം, മരിച്ചവരുടെ പേരിലല്ല, കൊലപാതകിയുടെ പേരിലുള്ള സ്മാരകം ദളവാക്കുളം ബസ് സ്റ്റാൻഡ്. കാരണം മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയെ നമ്മൾ വിശേഷിപ്പിക്കുന്ന, ഒരർത്ഥത്തിൽ ഒരു പെർസ്പെക്റ്റീവിൽ അങ്ങനെ ആയിട്ടുള്ള വേലുത്തമ്പി ദളവയുടെ കരുതുക്കൂട്ടിയുള്ള പ്ലാനിങ്ങിൽ, നരാധമത്തിൽ നടന്ന വലിയൊരു കൂട്ടക്കൊലയുടെ വംശഹത്യയുടെ ചരിത്രം, അത് SNDP യോഗം വൈക്കം യൂണിയൻ അതുമായി മുന്നോട്ട് വന്നപ്പോൾ ഇത് കെട്ടിച്ചമച്ചതാണ്, ഇത് ചരിത്രത്തിൽ ഇല്ലാത്തതാണ്, ഇത് അവർണ ചരിത്രകാരന്മാർ, നിങ്ങളെ വാക്ക് ശ്രദ്ധിക്കണം, അവർണ ചരിത്രകാരന്മാർ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ഒരു ഹിസ്റ്ററിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പരാമർശങ്ങൾ ഉണ്ടാവുകയും അതിനെ സംബന്ധിച്ച് ഡോക്ടർ സുനിൽ പി ഇളയിടം, ഡോക്ടർ അജയ് ശേഖർ അടക്കമുള്ള പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന ഒരു സെമിനാർ നടക്കുകയും ഞാനും അതിലൊരു ഇൻവൈറ്റി ആയിരുന്നു. അങ്ങനെ വലിയൊരു സെമിനാറിനൊക്കെ ശേഷം വീണ്ടും വൈക്കത്തുള്ള വലിയ പ്രമുഖന്മാർ ഇത് അസംബന്ധമാണ്, കള്ളമാണ് എന്നൊരു പരാമർശം വന്നപ്പോൾ ഇതിനെതിരെ ഒരു പ്രൂഫായി എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. എന്നിട്ട് ഒരു 1.5 മാസത്തെ വായനയും പഠനവും ഗവേഷണവും ഇതുമായി ബന്ധപ്പെട്ട് 100 ആളുകളെ കണ്ടും മനസ്സിലാക്കുകയും നമുക്ക് കിട്ടിയ ഇൻഫർമേഷനുകളെല്ലാം വെച്ചുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്തു. അതൊരു വീഡിയോയായി ഗുരുപദം TV തന്നെ നമ്മളത് ചെയ്യുകയും ചെയ്തു. വൈക്കത്തെ ഒരു മുൻ SNDP യോഗം കൗൺസിലർ വീട്ടിൽ പോയി ഈ ദളവാക്കുളം കൂട്ടക്കൊല നടന്ന മണ്ണിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് തന്നെയാണ്. ഞാനിപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോൾ ഏതാണ്ടൊരു 800 വേദിക്കടുത്ത് ഇപ്പോൾ ആയിട്ടുണ്ട് നമ്മൾ വേദികളിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ചങ്കിടിപ്പോ പേടിയോ ഒന്നും പഴയതുപോലെ അതൊക്കെ ഒത്തിരി മാറിപ്പോയി, പണ്ടാണ് നമുക്കിതൊക്കെ. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ക്യാമറയെ അഭിമുഖീകരിച്ചപ്പോൾ സംസാരിച്ച് കഴിഞ്ഞിട്ടും എൻ്റെ ഹൃദയം ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരുന്ന വല്ലാത്തൊരു പ്രസൻറ്റേഷനായിരുന്നു ദളവാക്കുളം ആ സമരം. ഇപ്പോൾ നമ്മുടെ ഈ സ്പീച്ച് കവർ ചെയ്യുന്ന ഗുരുപത്തിൽ അനീഷ് അവിടെ അന്നുണ്ട്. ഈ സ്പീച്ച് കഴിഞ്ഞിട്ട് അവിടെ പോയി ഇരിക്കുമ്പോൾ കുറേ നേരത്തേക്ക് ബ്രീത്ത് ചെയ്യാൻ പോലും പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, അന്ന് കൊല്ലപ്പെട്ട ആ യുവാക്കളുടെ ആത്മാക്കൾ ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം, അവരുടെ സാന്നിധ്യം എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് നാം അത് പ്രസൻറ്റ് ചെയ്തത്. ഇപ്പോൾ സ്വാമി പറഞ്ഞ ഈ പ്രശ്നം, ഇപ്പോൾ അവതരിപ്പിച്ച ഈ പ്രശ്നം അതിനുമുണ്ട്. ഈ വീഡിയോയുടെ താഴെയും ഇതിനൊക്കെ തെളിവുകളുണ്ടോ? ഇതൊക്കെ എന്താണ്? നിങ്ങൾ പറഞ്ഞു നടക്കുന്ന നാടൻ കഥകളല്ലേ, ഫാബ്രിക്കേറ്റർ സ്റ്റോറിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലോക്കൽ ഭാഷയെ പറഞ്ഞ പൊങ്കാലയാണ്, പൊങ്കാല. നമ്മുടെയൊക്കെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിൻ്റെ താഴെയും ഒരു രസകരമായ കാര്യം പറഞ്ഞാൽ ഒരാൾ അതിൻ്റെ താഴെ കൊണ്ട് കമന്റ് ഇട്ടിരിക്കുക, ഇവൻ്റെ മോന്ത കണ്ടാലേ ഒരെണ്ണം കൊടുക്കാൻ തോന്നുമെന്ന്. എൻ്റെ മുഖം കണ്ടിട്ടാണ് കേട്ടോ, ഇവനിട്ട് ഒരെണ്ണം കൊടുക്കാൻ തോന്നുമെന്ന്. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ചരിത്രത്തെ നാം അവതരിപ്പിക്കുമ്പോൾ അസഹിഷ്ണുതയുടെ. പിന്നെ സ്വാമി പറഞ്ഞൊരു പോയിന്റ് ഞാനിപ്പോൾ അത് ഓർത്തു, അതിപ്പോൾ നമ്മൾ എടുത്തു പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് ലോകത്തിനൊന്നും നേടാനില്ല. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് കുടിയൊഴിക്കപ്പെട്ടു പോയ 200-ലധികം കുടുംബങ്ങളുടെ വേദന ആരെങ്കിലുമൊക്കെ ഒന്ന് ഓർക്കണ്ടേ? ഈ 217 വർഷങ്ങൾക്ക് മുമ്പ് 1806 നടന്നൊരു സംഭവം നമ്മൾ അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് ചരിത്രത്തിൻ്റെ ഒരു ഗുരുവിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, ആത്മോപദേശത്തിൽ ഗുരു അവസാനം പറയുന്നത് പോലെ, നില വലുതായ ഒരു നീതികേട് എത്രയെന്ന് പറയുന്ന പോലെ ചരിത്രം ചില അവസരങ്ങളിൽ ചില നീതികേടുകൾ കാണിക്കുവാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പറയുന്നത്, എനിക്ക് സ്വാമി തന്നിരിക്കുന്ന വിഷയവും അത് തന്നെയാണ്. SNDP യോഗം മുംബൈ യൂണിയൻ്റെ ചതക ദിനാഘോഷം ബന്ധപ്പെട്ട് ഞാൻ മുംബൈയിലുള്ള സമയത്താണ് സ്വാമി എന്നെ വിളിക്കുന്നതും. അപ്പോൾ ഒരു യാത്രക്കിടയ്ക്കാണ് പറഞ്ഞതും 19-ാം തീയതിയാണ് അദ്വൈതാശ്രമത്തിൻ്റെ ചരിത്രം തീർത്ഥസ്വാമി 2 വാക്ക് മാത്രമേ സ്വാമി പറഞ്ഞുള്ളൂ. അപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് മനസ്സിൽ തോന്നിയായിരുന്നു. കാരണം ചെറുപ്പം മുതൽ ഗുരുവിൻ്റെ ശിഷ്യന്മാരോട് അതിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുവാനും പഠിക്കുവാനും വലിയൊരു സന്തോഷം. അധികം പുസ്തകങ്ങളൊന്നും കിട്ടാനില്ല. സച്ചിദാനന്ദ സ്വാമി എഴുതിയിട്ടുള്ള ഒരു 5 പുസ്തകങ്ങളും പിന്നെ അപൂർവമായ സ്ക്രിപ്റ്റുകളും മാത്രമാണ് ഗുരുവിൻ്റെ ശിഷ്യസഞ്ചയത്തെക്കുറിച്ച്. മഹാഗുരുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ 64-ലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. 64-ലധികം ആളുകൾ. ഞാൻ പേരെഴുതി വച്ചിരിക്കുന്നത് 34 പേരുടെ പേര് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. 34 പേര്. അതിൽ
ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മൾ ഏതാണ്ട് ഒരു 2-2.5 മാസം വീട്ടിൽ ഇരുന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു, ഒറ്റ ദിവസം പോലും ഉറങ്ങത്തില്ല, TV കാണത്തില്ല, സമയം കളയത്തില്ല, ഫുൾ ടൈം വായനയും പഠനവും എഴുത്തുമായിരുന്നു. അതിനെ സംബന്ധിച്ച് 27 ശിഷ്യന്മാരുടെ ചരിത്രം ഏതാണ്ടൊന്ന് ക്രോഡീകരിച്ച് ഒന്ന് സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തമായിട്ടില്ല, നമുക്ക് ഇൻഫർമേഷൻ കുറച്ചാണ്. അന്ന് എഴുതുകയും അന്ന് വായിക്കുകയും അന്ന് കളക്ട് ചെയ്യുകയും ചെയ്ത തീർത്ഥസ്വാമിയുടെ ആ ചരിത്രം 2019-20 ശേഷം പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്ന് വായിക്കാൻ ഒരു അവസരം കൂടിയാണ് സ്വാമി തന്നെ. ശ്രീനാരായണ തീർത്ഥർ, മഹാഗുരുവിൻ്റെ ശിഷ്യസഞ്ചയത്തിലെ പ്രമുഖൻ, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ CV കുഞ്ഞിരാമൻ പറഞ്ഞതുപോലെ സമുദായ സ്നേഹിയായ സന്യാസി. രസകരമായ പരാമർശമാണ് സമുദായ സ്നേഹിയായ സന്യാസി. കാരണം മഹാഗുരുവിൻ്റെ ആത്മസന്താനങ്ങളായി നമ്മൾ SNDP യോഗത്തെയും ശ്രീനാരായണ ധർമ്മസംഘത്തെയും പറയുമ്പോൾ 2 സ്ട്രീമിലാണ് ഇത് രണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നും അങ്ങനെ ഇന്നും അങ്ങനെ. SNDP യോഗവും ശ്രീനാരായണ ധർമ്മസംഘവും ഒരിക്കലും ചേർന്ന് മേർജായി അതിൻ്റെ ആ ഒരു പാലും വെള്ളവും പരസ്പരം ചേരുന്നത് പോലെ തിരിച്ചറിയാനാവാത്തൊരു ചേർച്ച നമുക്ക് ചരിത്രത്തിൽ അങ്ങനെ കാണാനില്ല. 1912 ശാരദാമഠത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം മെയ് മാസം 1-ാം തീയതിയാണ് ശാരദാമഠത്തിൻ്റെ പ്രതിഷ്ഠ. മെയ് 2-നോ 3-നോ ഗീതാ സ്വരാജ് മേടത്തെ പോലെയുള്ള ചരിത്രകാരികൾ പറയുന്നത് മെയ് 2-നാണ്. പക്ഷേ കോട്ടിക്കോയ്ക്കൽ വേലായുധൻ അല്ലെങ്കിൽ മയ്യനാട് K. ദാമോദരൻ, മൂർക്കോത്ത് കുമാരനെ പോലുള്ള ആളുകൾ പറയുന്നത് മെയ് 3-നാണ്. എന്തായാലും ഒരു 24 മണിക്കൂറിൻ്റെ വ്യത്യാസം അതിനകത്തുണ്ട്. സാമുദ്രപാദങ്ങൾ ശിവഗിരിയിൽ നിന്നും ഒരു യാത്ര പുറപ്പെടുന്നുണ്ട് വടക്കോട്ട്. അതിനെക്കുറിച്ച് ഗുരു പറയുന്നത് നാം അവിടം അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ശിവഗിരി മഠത്തെ സാമുദ്രപാദങ്ങൾ SNDP യോഗത്തിന് എഴുതി കൊടുക്കുന്നതിൻ്റെ ചരിത്രമാണ്. ഇനി നമുക്കൊരിരിപ്പിടം വേണം എന്നാണ്, നമുക്കൊരിരിപ്പിടം വേണം. അങ്ങനെയാണ് സാമുദ്രപാദങ്ങൾ ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി യാത്ര പുറപ്പെടുന്നത്. അത് നീണ്ടൊരു ചരിത്രമാണ്. തൃപ്പാദങ്ങൾ അവിടെ നിന്നൊരു കൊല്ലത്തൊരു ഭക്തൻ്റെ വീട്ടിൽ വരുന്നു. അവിടെ നിന്നും ആലപ്പുഴയ്ക്കടുത്ത് മുഹമ്മയ്ക്കടുത്ത് തണ്ണീർമുക്കത്ത് മൂക്കുചിറ കൊച്ചയ്യപ്പൻ്റെ വീട്ടിൽ വരുന്നു. അവിടെ സാമുദ്രപാദങ്ങൾ താമസിക്കുന്നു. അപ്പോൾ മൂക്കുചിറ കൊച്ചയ്യപ്പൻ ഞാനും വരാ സ്വാമി എങ്കിലൊത്തുപോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സാമുദ്രപാദങ്ങൾ ആലുവയിലേക്ക് പോകുന്നത്. അത് മറ്റൊരു ചരിത്രം. ഞാൻ പറഞ്ഞു വന്നത് അന്ന് മുതൽ ഇങ്ങോട്ട് SNDP യോഗത്തിന് ശിവഗിരി മഠം എഴുതി കൊടുത്ത കാലം മുതൽ ഈ സ്വരച്ചേർച്ച അന്നുമുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ ഒന്നാമത്തെ ഒരു കാര്യം ബോധാനന്ദ സ്വാമി അവിടെ ഉണ്ടായിരുന്നു. ബോധാനന്ദ സ്വാമി കാരണം 1908 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ബോധാനന്ദ സ്വാമിയും സാമുദ്രപാദങ്ങളും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ടെങ്കിലും 5 കൊല്ലമായി ബോധാനന്ദ സ്വാമി ശിവഗിരിയിലേക്ക് വന്നിട്ടേ ഇല്ല. ബോധാനന്ദ സ്വാമി താമസിക്കുന്നത് പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ ശിവലിംഗദാസ സ്വാമിയുടെ അന്തേവാസിയായിട്ടാണ്. ശിവഗിരിയിൽ ആദ്യമായി വരുന്നത് ശാരദാമഠത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ വെച്ച് കുമാരനാശാൻ ഒരു പ്രത്യേക സ്ട്രാറ്റജി എടുക്കുന്നുണ്ട്. കാരണം കുമാരനാശാൻ വലിയ ചെലവ് ചുരുക്കലിൻ്റെ ആളാണ്. അതുകൊണ്ട് ഈ ഭക്ഷണത്തിനൊക്കെ കൂപ്പൺ ഉണ്ടാക്കി അങ്ങനെയാണ് കൊടുക്കുന്നത്. വലിയ ശാരദാമഠത്തിൻ്റെ പ്രതിഷ്ഠ 25,000-ലധികം ആളുകൾ പങ്കെടുത്ത ബൃഹത്തായൊരു വലിയ ചടങ്ങായിരുന്നു ശാരദാമഠത്തിൻ്റെ പ്രതിഷ്ഠ. അപ്പോഴാണ് ബോധാനന്ദ സ്വാമിയും അനുചരന്മാരും, ബോധാനന്ദ സ്വാമിക്ക് 500-ലധികം ശിഷ്യന്മാരുണ്ടായിരുന്നു. 500-ലധികം ഹിമാലയൻ സന്യാസ പരമ്പരയിൽ വ്യവസ്ഥാപിതമായി ശാസ്ത്രീയമായി കാവ്യധരിച്ച ശിഷ്യന്മാരുടെ എണ്ണം 1000 കടന്നാൽ അവരെ കുലപതിമാരെന്ന് പറയും. അവരുടെ എണ്ണം 500 ആണെങ്കിൽ അവരെ മണ്ഡലേശ്വരൻ എന്ന് പറയും. ആ തരത്തിൽ 500ഓളം ശിഷ്യന്മാരുണ്ടായിരുന്ന മണ്ഡലേശ്വരനായിരുന്നു ബോധാനന്ദ സ്വാമികൾ. ആ ബോധാനന്ദ സ്വാമിയാണ് ശിഷ്യന്മാരോടൊപ്പം ഗുരുവിൻ്റെ പരമ്പരയിൽ ലയിച്ചത്. അപ്പോൾ കുമാരനാശാൻ ഈ കാര്യം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് വേണം കരുതാൻ. കാരണം ബോധാനന്ദ സ്വാമി കൂടെ വന്ന കൃഷ്ണാനന്ദ സ്വാമി, ഹനുമാൻ ഗിരിസ്വാമി, കുറേ പ്രഗത്ഭന്മാരായ സന്യാസിമാരുണ്ട്. ഇവരെല്ലാവരും വന്നപ്പോൾ ഇവർക്ക് കൂടി ഫുഡ് കൊടുക്കണ്ടേ. ഇപ്പോൾ കുമാരനാശാൻ ഒരു ചെറിയ പരിപാടി അപ്പോൾ ചെയ്തു. ഒരു ടോക്കൺ ഏർപ്പെടുത്തിയിട്ട് ഓരോ രൂപ വെച്ച് ബോധാനന്ദ സ്വാമിക്ക് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പുറത്ത് ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാൻ. അപ്പോൾ അത് കുമാരനാശാൻ ഈ ഫുഡിൻ്റെയൊക്കെ കൃത്യമായ ഓർഡറിലായിരുന്നു. ഒരു ദിവസം ബോധാനന്ദ സ്വാമി പോയി കഴിച്ചു. ഒരു ദിവസം പിറ്റേ ദിവസം പറഞ്ഞു കുമാരു നീ അത് അരച്ച് കലക്കി പൊടിച്ച് വെള്ളത്തിലാക്കി തന്നേക്ക്, നാം കുടിച്ചോളാന്ന്. അപ്പോൾ ആ ഒരു പ്രതിഷേധം ബോധാനന്ദ സ്വാമി കാണിച്ചതാ. വിവരം ഗുരു അറിയുന്നു, കുമാരു അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവർക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ SNDP യോഗത്തിൻ്റെ ചിലവ് ചുരുക്കലും SNDP യോഗത്തിൻ്റെ സംഘടനാപരമായ ആ ക്രമീകരണവും അന്ന് തന്നെ ചെറിയ സ്വരച്ചേർച്ചകൾ. ഞാൻ രസകരമായ ഒരു കാര്യമായി പറഞ്ഞു പോയത് ഇത് വിവാദപരമായി ചിന്തിക്കേണ്ടതല്ല. തുടർന്ന് സാമുദ്രപാദങ്ങൾ അത് റദ്ദ് ചെയ്ത് തിരിച്ചിങ്ങോട്ട് എടുക്കുന്നൊക്കെയുണ്ട്. ശിവഗിരി മഠത്തെ ഗുരുവിൻ്റെ നിയന്ത്രണത്തിലോട്ട് SNDP യോഗത്തിൻ്റെ അവകാശം. അത് 1916 അന്നാണ് ഡോക്ടർ പൽപ്പുന് കത്തേക്ക് അയക്കുന്നതും ജാതിയില്ലാ വിളംബരം വരുന്നതുമൊക്കെ. ഞാൻ പറഞ്ഞു വന്നത് ഈ രീതിയിൽ SNDP യോഗത്തിൻ്റെ സംഘടനാ സംവിധാനവും ശ്രീനാരായണ ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പരയും സമാന്തരമായ റെയിൽപാളങ്ങൾ പോലെ അത്രയ്ക്കും മെർജാകാത്ത രീതിയിൽ പരസ്പര വിശ്വാസമില്ലാതെ യാത്ര ചെയ്യുമ്പോൾ
ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന ഒരു സന്യാസി വര്യനായി ഇരുന്നു കൊണ്ട് SNDP യോഗത്തിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറും തൊടുപുഴ SNDP യൂണിയൻ്റെ പ്രസിഡന്റും കോട്ടയത്തുള്ള SNDP യൂണിയൻ്റെ സംഘടനാ സംവിധാനങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരാളുമായിരുന്ന ഒരേ ഒരു സന്യാസി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ശ്രീനാരായണ തീർത്ഥസ്വാമികളാണ്. അതാണ് തീർത്ഥസ്വാമിയെ മറ്റെല്ലാ സന്യാസിമാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന ഘടകം.